ഹായ്. അപ്പൊ ഇന്ന് നമുക്ക് അന്ന് നമ്മുടെ ഇന്ത്യയിൽ അനുദിനം ഓരോ പ്രൊഡക്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുക. അതായത് CCTV മേഖലകളിൽ പണ്ടൊരു 10 വർഷം മുന്നേ നോക്കുമ്പോൾ ഒരു വിരലെണ്ണാവുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതുപോലെയല്ല. മേക്ക് ഇൻ ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ, മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ, പിന്നെ ചൈനീസ് പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അത് ഇന്നിപ്പോ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്വന്തം പേരിൽ വേണമെന്നുണ്ടെങ്കിൽ വളരെ ബൾക്ക് ക്വാണ്ടിറ്റിയും വേണ്ട ഒരു 10 ക്യാമറയ്ക്ക് വേണ്ടി നമ്മുടെ പേരിൽ ക്യാമറകൾ ഒരു ഉണ്ടാക്കി തരുന്ന കാലഘട്ടമാണ്. അപ്പൊ ക്യാമറകളുടെ ബ്രാൻഡുകളുടെ എണ്ണം നമുക്ക് പറയത്തക്ക രീതിയിൽ വളർന്നു കഴിഞ്ഞു. അത്രയും അധികം ബ്രാൻഡുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് എല്ലാ ബ്രാൻഡുകളും എന്നെ പല കമ്പനികളെ സമീപിക്കാറുണ്ട്. ഞാൻ നിങ്ങളുടെ പേരിൽ ക്യാമറ ഇറക്കി തരാം, അതുപോലെ തന്നെ ഞങ്ങളുടെ ബ്രാൻഡ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല കമ്പനികൾ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ബ്രാൻഡുകളും നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. ഒന്നാമത് ക്വാളിറ്റിയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ IP ക്യാമറ ചിലപ്പോൾ 500 രൂപ മുതലൊക്കെ കിട്ടുന്ന ഒരു തരത്തിലായി ഇന്നിപ്പോ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് അല്ല. പക്ഷെ അതിന്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറയത്തക്ക വിധം നമുക്ക് വളരെ മോശമായിട്ടൊരു ക്വാളിറ്റിയാണ്. ഒരു ലൈഫ് ഉണ്ടാവില്ല, ക്യാമറ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തലാണ്. ഇത് ക്യാംനെക്സ് എന്നാണ് ഇതിന്റെ കമ്പനീന്റെ പേര്. അപ്പൊ ഇവരുടെ പ്രൊഡക്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. പ്രൊഡക്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തു. മറ്റുള്ള ഇന്ത്യൻ ബ്രാൻഡുകളെ അപേക്ഷിച്ച്, എല്ലാ ബ്രാൻഡുകളെ അപേക്ഷിച്ച് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ ലോക്കൽ ബ്രാൻഡുകൾ കൂടുതൽ വരുന്ന എല്ലാ ബ്രാൻഡുകളെയും അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. അവരുടെ ഒരു പാക്കിംഗ് ആയാലും അവരുടെ ഹൗസിംഗ് ആയാലും കുറച്ചും കൂടി പുതുമയുള്ളതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി ടെക്നോളജി അവർ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാംനെക്സിന്റെ ഡോം ക്യാമറ പരിചയപ്പെടാം. ഇപ്പൊ അടുത്ത കാലത്ത് 2024 പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ക്യാമറ. അപ്പൊ ഇവിടേക്ക് കൂടുതൽ ക്യാമറകളൊന്നും ഇവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ആകെ ഒരു 4 മെഗാ പിക്സലിന്റെ IP ക്യാമറയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ചെയ്തത് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുകളിൽ തന്നെ നമുക്ക് ഇതിന്റെ പാക്കിംഗ് ഉണ്ടല്ലോ, വളരെ നീറ്റ് ആയിട്ടുള്ള പാക്കിംഗ്, കറക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഇന്റർനാഷണൽ കമ്പനികൾ കൊടുക്കുന്ന ഇതിലുള്ള പാക്കിംഗ്. അല്ലെങ്കിൽ നമുക്കൊരു ലോക്കൽ ബ്രാൻഡ് എടുക്കുമ്പോൾ അതിന്റെ പാക്കിംഗ് ആണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയാൻ തോന്നും. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കണക്ടേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് ക്യാമറ ഇരിക്കുന്നത്. ക്യാമറ വളരെ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പാക്കിംഗ് എന്ത് ഡാമേജ് വന്നാലും ക്യാമറയ്ക്ക് ഡാമേജ് രീതിയിലുള്ള പാക്കിംഗ് ആണ്. പാക്കിംഗ് കാണാൻ തന്നെ കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു പാക്കിംഗ് ആണ്. ക്യാംനെക്സ് എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ലോഗോ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ്. HD ഇന്റലിജൻസ് ക്യാമറ. അപ്പൊ എന്താണ് AI ഫംഗ്ഷൻ എന്നൊക്കെ ഞാൻ അതിൽ കാണിച്ചു തരാം. പിന്നെ കണ്ടോ, 4 MB HD ക്യാമറയാണ്. POE, അതായത് ഇൻബിൽഡ് POE ഉള്ള ക്യാമറ. IP67 വെതർ പ്രൂഫ് ക്യാമറയാണ്. പിന്നെ ഫിക്സഡ് 4 mm ഫിക്സഡ് ലെൻസ് ആണ്. പിന്നെ സ്പീക്കർ ആൻഡ് മൈക്കും ഉണ്ട്. നോർമലി സ്പീക്കറും മൈക്കും മാത്രമല്ല, സ്പീക്കറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. H265 കംപ്രഷൻ റേഷ്യോ ഉണ്ട്. പിന്നെ SD കാർഡ് ഇടാൻ പറ്റുന്ന, അതേപോലെ WDR 120 വരെ WDR വർക്കിംഗ് ഉള്ള ഒരു ക്യാമറ. ഇനി ക്യാമറയിലേക്ക് കിടക്കാം. വലിയൊരു ഹൗസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്യാമറ അല്ല, വലിയൊരു ഹൗസിംഗ് വെച്ചിട്ടാണ് ക്യാമറ. ഇത് പ്രൊജക്ട് സീരീസുകളിൽ വലിയ വലിയ ബ്രാൻഡുകളുടെ ഒക്കെ പ്രൊജക്ട് സീരീസ് ക്യാമറകളാണ് ഇത്രയും വലിയൊരു ബോഡിയിലൊക്കെ വരാറുള്ളത്. അപ്പൊ അതിന്റെ ഫുള്ളി പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ മെറ്റീരിയൽ. ഇതിന്റെ ഇൻബിൽഡ് ആയിട്ട് ഇതിന്റെ ഉള്ളില് ലെൻസിന്റെ ഉള്ളിൽ ഒരു മെറ്റലും കൊടുത്തിട്ടുണ്ട്, അതൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ. അപ്പോൾ സെമി മെറ്റൽ എന്ന് തന്നെ പറയാം. ഫുള്ളി ഔട്ട്സിങ് മൊത്തം പ്ലാസ്റ്റിക് ആണ്. അതിന്റെ നമുക്ക് ക്യാപ്പ് വളരെ വലിയ ക്യാപ്പാണ്. അപ്പൊ അത് ക്ലോസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്, നമുക്കത് ഫിക്സ് ചെയ്യാനൊക്കെ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 MB ക്യാമറയാണ്. അതുപോലെ 4 mm ലെൻസ് ഉണ്ട്. നൈറ്റ് ഹൈബ്രിഡ് ക്യാമറയാണ്. നിങ്ങൾക്കറിയാം, രാത്രി കളറായിട്ട് കാണാൻ പറ്റുന്ന ഒരു 4ഓളം LEDs വെച്ചിട്ടുണ്ട്. 4ഓളം LEDs എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇവർ പറയുന്നത് 40 മീറ്ററോളം നമുക്ക് വിസിബിലിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് വൈറ്റ് LED ആണ്, യെല്ലോയിഷ് വരുന്നില്ല, ഫുള്ളി വൈറ്റ് LED ആണ് വരുന്നത്. പിന്നെ IR ആയിട്ട് 2 IR LEDs കൊടുത്തിട്ടുണ്ട്. അപ്പൊ നൈറ്റ് IR ആയിട്ടും വരിക്കും. ഒരു 40 മീറ്റർ വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാമറ. പിന്നെ ഇതിന്റെ NVRs ഒക്കെ അടുത്ത മാസങ്ങളായിട്ട് ലോഞ്ച് ആവുന്നത്. ഇപ്പൊ NVRകൾ ലോഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് കേരളത്തിലേക്കൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ ക്യാമറന്റെ ക്വാളിറ്റി പക്ക നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറാസ് ആണ്. ഇവർ NVR 10 ചാനൽ NVR മുതലുള്ള സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. അപ്പൊ ഈ AI ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹ്യൂമൻ വൈറ്റൽ ഡിറ്റക്ഷൻ, ഹ്യൂമൻ ഷേപ്പ് ഡിറ്റക്ഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹ്യൂമന്റെ ഷേപ്പിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഡിറ്റക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല സൗണ്ടാണ്. സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയൊരു സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. സാധാരണ മറ്റുള്ള ബ്രാൻഡുകൾ പോലെ നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ബുള്ളറ്റ് ക്യാമറയിലേക്ക് കിടക്കാം. ബുള്ളറ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതും വലിയ ഹൗസിംഗ് ആണ്, നല്ല പാക്കിംഗ് ആണ്, നല്ലൊരു ഹൗസിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാ
ക്യാമറ നല്ല ഇതിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള പാക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇതിലുള്ള ആക്സസറീസും നോർമൽ ക്യാമറാസ് വരുന്ന മാതിരിയുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഹൗസിംഗ് ആണ് ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ സെമി ആയിട്ടുള്ള മെറ്റലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ബാക്കിലുണ്ട്. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് സ്റ്റാൻഡ് നിങ്ങൾ കാണുന്നുണ്ട്, ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള ഒരു സംഭവം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്യാമറ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെപ്പറേറ്റ് സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിന് 6 അതേപോലത്തെ LEDs കൊടുക്കുന്നുണ്ട്, ഫ്ലാഷ്. ഇത് ഔട്ട്ഡോർ വെക്കുന്ന ക്യാമറ ആവുകൊണ്ട് തന്നെ 6 LEDs കൊടുക്കുന്നുണ്ട്, വൈറ്റ് LEDs. ഇത് 6ഉം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയും വിസിബിലിറ്റി ആവും ലൈറ്റിന്റെ കാര്യത്തിൽ. അതേപോലെ സ്മാർട്ട് ഹൈബ്രിഡ് മോഡാണ്. ചിലർക്ക് ലൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഹൈബ്രിഡ് മോഡ് ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും പിന്നെ മോഷൻ ഡിറ്റക്ഷൻ ലൈറ്റ് ഓൺ ആവാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ഇൻബിൽഡ് മൈക്ക് വിത്ത് സ്പീക്കർ, നല്ല പ്രൊജക്ട് സീരീസിൽ വരുന്ന വലിയ ക്യാമറകളാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ക്യാമറയുടെ ജസ്റ്റ് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്യാമറന്റെ സ്റ്റാൻഡ് ഒരു സെപ്പറേറ്റ് ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇത് കമ്പനിക്ക് ഒരു എക്സ്പെൻസീവ് ആവും. കാരണം എന്താ വെച്ചാൽ 2 പാക്കിംഗ് ഒക്കെ വരുന്നത്. അത് ഈ സാധാരണ പ്രൊജക്ട് സീരീസ് വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ക്യാമറയ്ക്ക് എങ്ങനെ വരാറുള്ളത്. അപ്പൊ ഇത് ശരിക്കും കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആണ് ഈ ഒരു പാക്കിങ്ങും അതിന്റെ കൂടെ സ്റ്റാൻഡും ഒക്കെ കൊടുക്കുന്നത്. പിന്നെ പ്രൈസിങ്ങും നല്ല റേറ്റ് ആണ് കൊടുക്കുന്നത്. വലിയൊരു പ്രൈസിംഗ് ഉള്ളു. ഇപ്പൊ നമ്മൾ ഓഫറിന്റെ പ്രകാരം കസ്റ്റമർക്ക് ഒരു 3800 രൂപയ്ക്കാണ് ക്യാമറ കൊടുക്കുന്നത്. ഇത് 4500 ക്യാമറക്ക്. ഇതിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഒരു 3800 നമുക്ക് വിത്ത് സ്പീക്കറും AI ഫംഗ്ഷനുള്ള ഒരു ക്യാമറ നമുക്ക് കിട്ടും. ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. ബാക്കിലെ സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെ പിടിപ്പിക്കാനുള്ള സ്ക്രൂ ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. 2 സ്ക്രൂ തന്നിട്ട് ഇത് ഇതുപോലെ വെക്കുക ക്യാമറ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ക്യാമറന്റെ ക്ലാരിറ്റി ഒന്ന് കാണിച്ചു തരാം. ക്യാമറ ഞാനിവിടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിന്റെ. ഇങ്ങനെയാണ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു ക്യാംനെക്സ് എന്നുള്ള രീതിയിലുള്ള നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ. ഇതിന്റെ സ്പീക്കറിന്റെ സൗണ്ട് അതുപോലെ തന്നെ അലാറം അടിക്കുന്ന സൗണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഹ്യൂമൻ ഡിറ്റക്ഷൻ അലാറം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിന്റെ സൗണ്ട് ഒന്ന് കാണിച്ചു തരാം. ഹ്യൂമൻ ഡിറ്റക്ഷൻ അലേർട്ടാണ് ഇത്. നമ്മൾ അതിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അലേർട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഉണ്ടോ, ഇങ്ങനെ സൗണ്ട് ഉണ്ട്. ഇനി സംസാരിക്കുന്ന സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാവേ. നല്ലൊരു വെട്ടമുണ്ട് കേട്ടോ ക്യാമറയുടെ. ലൈറ്റ് നോക്കി നോക്കൂ, നല്ല ലൈറ്റ്. അതായത് 4 LEDs ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാൻ തന്നെ പറ്റില്ല, അത്ര ലൈറ്റ് ഉണ്ട്. ഇതാണ് നല്ലത്. ബുള്ളറ്റ് ക്യാമറ വെച്ചാൽ 6 എണ്ണം വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഓഡിയോ, സംസാരിക്കുന്ന ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. നോക്കൂ, സംസാരിക്കുന്ന വോയിസിന്റെ സൗണ്ട് നോക്കൂ. ഹലോ, പറഞ്ഞോ. ഹലോ. നെക്സ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും കേട്ടോ. നമുക്ക് പ്ലേ സ്റ്റോറിൽ സാധാരണ ഈ നല്ല ലോക്കൽ ബ്രാൻഡുകളുടെ ഒന്നും പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അങ്ങനെ വരാറില്ല. കാരണം അവരുടെ സ്വന്തം പേരിലൊന്നും ആപ്ലിക്കേഷൻ വളരെ റെയറാണ് വരുന്നത്. അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളാണ് വരാറ്. അപ്പോൾ ക്യാംനെക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ തന്നെ, ക്യാംനെക്സ് എന്ന് തന്നെ ഇതിൽ കാണാം. ക്യാംനെക്സ് വീവ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഓൺ ആപ്ലിക്കേഷൻസും ഉള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നല്ലൊരു ബ്രാൻഡ് ആവാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു സംഭവമാണ്. നല്ല ക്വാളിറ്റി ഉള്ളത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ക്യാംനെക്സ് അപ്പോൾ അതിൻ്റെ ക്യാമറ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത ക്യാമറകളാണ് ഈ കാണുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള ക്യാമറയാണ്. അപ്പോൾ നമ്മളിതിൽ ഉള്ള ഓപ്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. നോർമലി എല്ലാത്തിലും വരുന്ന പോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീപ്പ് മോഡിലാക്കാനുള്ള പ്രൈവസി മോഡ്, സ്ലീപ്പ് മോഡ് അതുപോലെ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അത് നമുക്ക് ഈ സിമ്പിൾ ഇതിൽ പ്രസ് ചെയ്തിട്ടാണ്, ടോക്ക് ബാക്കിൽ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇവിടെ ഓട്ടോ എന്ന് മാറിയിട്ട് നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഓട്ടോ എന്നാക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കൂടുതലും കുറഞ്ഞിട്ടൊക്കെ കാണിക്കാൻ പറ്റും. അതിൽ HD കഴിഞ്ഞാൽ, ഫുൾ HD ഇട്ട് കഴിഞ്ഞാൽ HD ക്ലാരിറ്റിയിൽ അത് വർക്ക് ചെയ്യും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. 4 MB ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നതിൻ്റെ AI ഫങ്ഷൻസ് ഒക്കെ കാണിച്ച സെറ്റിങ്സ് എടുത്തിട്ട് നമുക്ക് ക്യാമറ നെയിം എന്നുള്ളത് എന്ത് വേണമെങ്കിലും ക്യാമറ നെയിം ഇടാം. പിന്നെ ക്യാമറ ഇൻഫർമേഷൻ എന്നുള്ളത് ക്യാമറേൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിൻ്റെ വേർഷൻസും ഫ്രെയിം പവറും എല്ലാ ഡീറ്റെയിൽസും എല്ലാം കിട്ടും. പിന്നെ മാനുഫാക്ചേഴ്സ് ഉണ്ട്, ക്യാംനെക്സ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ അടക്കം കൃത്യമായിട്ട് ബിൽഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വേറെയുള്ള ഒരു ലോക്കൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത്. പിന്നെ ടൈം സ്റ്റോണ്
പിന്നെ നെറ്റിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. പിക്ചർ സെറ്റിങ്സിൽ നമുക്ക് സാധാരണ ഇതിലുള്ള വാട്ടർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ക്യാമറ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, ആ സ്പീക്കറിൻ്റെ വോളിയം നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ലൈറ്റ്, അത് നമ്മൾ ക്യാമറ ഓൺ ആയെന്ന് പറയാനുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് എല്ലാം ഉണ്ട്. പിന്നെ നൈറ്റ് വിഷൻ സെറ്റിങ്സിൽ കുറച്ചും കൂടിയും ഒരു ഷെഡ്യൂൾ ടൈമിംഗ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞുതരാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് വിഷൻ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ IR മാത്രം വിസിബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് വിഷൻ ആവും. അതിൽ കളർ കത്തുന്നതായിരിക്കില്ല. ഫുൾ കളർ നൈറ്റ് വിഷനിൽ എപ്പോഴും ലൈറ്റ് തെളിഞ്ഞുകൊണ്ട് കളറായി കിടക്കും. നൈറ്റിൽ ഓട്ടോമാറ്റിക് കളർ. ടൈമഡ് ഫുൾ കളർ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സമയത്ത് മാത്രം ക്യാമറയിൽ നിന്ന് വെളിച്ചം വന്നുകൊണ്ട് കളറായാൽ മതി എന്നുള്ള ഒരു ഷെഡ്യൂൾ ഓപ്ഷനാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ആ ഓപ്ഷനിലാണ് ഇട്ടത്. കാരണം നമുക്ക് പകൽ ക്യാമറ ലൈറ്റ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ടൈം എൻഡിങ് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ഉണ്ട് എവറി ഡേ. അപ്പോൾ എല്ലാ ദിവസവും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമുക്ക് ക്യാമറയിൽ ലൈറ്റ് തെളിഞ്ഞ് കിടക്കും. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇൻ്റലിജൻറ്റ് നൈറ്റ് വിഷൻ, അതായത് ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്യാമറ സെൻസറിൽ ഇരുട്ട് വരുമ്പോൾ ആരെങ്കിലും കയറി വല്ല മോഷൻ ഡിറ്റക്ഷൻ ആയിട്ടുകൊണ്ട് ഹ്യൂമൻ വെഹിക്കിൾ അനലൈസിനുണ്ട് ക്യാമറ ലൈറ്റ് ഫ്ലാഷ് തെളിയുന്ന ഒരു ഓപ്ഷനാണ് ഈ കിടക്കുന്നത്. ഇതാണ് ഇൻ്റലിജൻറ്റ് നൈറ്റ് വിഷൻ എന്നുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് ഇൻ്റലിജൻറ്റ് ഡിറ്റക്ഷനിലേക്ക് പോവാം. ഇതിൽ ഹ്യൂമൻ ഷേപ്പ് ഡിറ്റക്ഷൻ നമുക്ക് ഷേപ്പിനെയാണ് AI വർക്ക് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ്റെ ഷേപ്പ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ആക്കി ഹൈ ആക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. മോഷൻ ഡിറ്റക്ഷൻ, എന്തെങ്കിലും അനക്കങ്ങൾ ഉണ്ടെങ്കിൽ ക്യാമറയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള അനക്കങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ മോഷൻ ഡിറ്റക്ഷൻ മെസ്സേജ് എടുക്കാം. സൗണ്ട് ആൻഡ് അറൗണ്ട് ദ ക്യാമറ, ഡിറ്റക്ട് ദ സൗണ്ട് അറൗണ്ട് ദ ക്യാമറ, ക്യാമറയുടെ ചുറ്റും സൗണ്ടുകൾ ഡിറ്റക്ട് ചെയ്യുന്ന അതിൻ്റെ ഡിറ്റക്ഷൻ കിട്ടുന്ന. റിസീവ് ആപ്പ് പുഷ് നോട്ടിഫിക്കേഷൻ ആണ്, നമ്മുടെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ സൗണ്ടോട് കൂടി വരുന്നതാണ്. സൗണ്ട് ഡിറ്റക്ഷൻ സെൻസിറ്റിവിറ്റി ആണിത്. അത് നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാം കുറയ്ക്കാം, അതിനുള്ള ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. പിന്നെ അടുത്ത അലർട്ട് വാണിംഗ്. അലർട്ട് വാണിംഗ് നോക്കുക, വാണിംഗ് ഏരിയ നമുക്ക് വേണ്ട ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് സെറ്റ് വാർണിംഗ് ഏരിയ കണ്ടോ, ഇത് ഫുള്ളാണ് ഏരിയ. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓണാക്കാം. അലാറം പീരീഡ്, ഇനിയിപ്പോൾ നോക്കുക, രാത്രി ഒരു 10 മണിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിൽ അലാറം അടിക്കണം. നിങ്ങൾ സിറ്റ് ഔട്ടിലൊക്കെ ആരെങ്കിലും കയറി വന്നാൽ, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും ഷട്ടറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അലർട്ട് പീരീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ എനേബിൾ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും കൊടുത്തു കഴിഞ്ഞാൽ അത് എവറി ഡേ ഏതൊക്കെ ദിവസങ്ങൾ വേണം, സൺഡേ വേണോ, തിങ്കൾ മുതൽ വെള്ളി വരെ വേണോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ മെമ്മറി കാർഡ് സെറ്റിംഗ്സ്, മെമ്മറി കാർഡ് ഇതിൽ ഇൻസെർട്ട് ചെയ്തിട്ടില്ല. ഇൻസെർട്ട് ക്യാമറ അയച്ചാൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മെമ്മറി കാർഡും കൂടെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് റെക്കോർഡിങ് ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് ആയാലോ സിംഗിൾ ക്യാമറ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ മെമ്മറി കാർഡിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ആണ് ക്യാംനെക്സ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ പ്രൈസാണ് ഞാൻ പറയുമ്പോൾ. ഇത് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് എന്തായാലും മാറും. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ഈ ക്യാമറ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ക്യാമറ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.